നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സാമ്പത്തിക ശാസ്ത്രമാണ്, എക്കണോമിക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം മിക്ക ഉദ്യോഗാർത്ഥികളുടെ ഒരു ധാരണ ഈ പറയുന്ന സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട പണപ്പെരുപ്പം, പണച്ചുരുക്കം, CRR എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന, അങ്ങനത്തെ ഉള്ള ഒരു ന്യൂജൻ ചോദ്യ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പം മിക്ക ആളുകളും എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തെ ഇത്തിരി വിഷമമുള്ള സബ്ജക്റ്റായിട്ടാണ് പരിഗണിക്കാറുള്ളത്. അതൊന്നുമില്ല. ഈ പറയുന്ന കണ്ടന്റുകൾ പ്രോപ്പറായിട്ട് വായിക്കുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് കൂടി ഇടുക. ഓക്കെ, അപ്പോൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഒരു ന്യൂജൻ ചോദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. കഴിഞ്ഞ 2024 LDC പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ പണപ്പെരുപ്പ സമയത്ത് RBI എടുക്കുന്ന പണനയത്തിന്റെ ഉപകരണങ്ങളിൽ പെടാത്തതേത് എന്നാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ പണപ്പെരുപ്പ സമയത്ത് RBI എടുക്കുന്ന പണനയത്തിന്റെ ഉപകരണങ്ങളിൽ പെടാത്തതേത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, പണപ്പെരുപ്പം എന്താണ് എന്നൊരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ ഈ പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്താം. രണ്ടാമത്തത്, RBI പറ്റി നമുക്കറിയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. RBIയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് 1935 അങ്ങനെ ഈ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ വർഷങ്ങളും നിങ്ങൾക്ക് കാണാപ്പാടമായിരിക്കും. പക്ഷെ അവിടെ പണനയത്തിന്റെ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞൊരു വാക്ക് കൊടുത്തപ്പോണ്ട് അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ പറയുന്ന പണപ്പെരുപ്പം എന്താണെന്ന് കിട്ടണം, പണനയത്തിന്റെ ഉപകരണങ്ങളിൽ പെടാത്തതേത് എന്ന് കിട്ടണം. ആദ്യം തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്താണ് പണപ്പെരുപ്പം. വേറെ ഒന്നുമില്ല, എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ ധാരാളം പണം ഉണ്ടെന്നിരിക്കട്ടെ. എൻ്റെയും നിങ്ങളുടെയും കയ്യിലൊക്കെ ധാരാളം പണമുണ്ട്. നിങ്ങൾ സർക്കാർ സർവീസിൽ കയറി മാസാമാസം ശമ്പളം കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വീട്ടിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരും ആയിക്കോട്ടെ, അത് അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അവർക്ക് പെൻഷനുണ്ട്. അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ വീടുകളിൽ നിന്ന്, അതായത് മറ്റ് വീടുകളിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് തന്നെ ഒത്തിരി വസ്തുക്കളുണ്ട്, ഒത്തിരി വീടുകളുണ്ട്, അതൊക്കെ വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്നെല്ലാം പണം കിട്ടുന്നുണ്ടെന്നിരിക്കട്ടെ. എങ്കിലും നിങ്ങളുടെ കയ്യിൽ പണത്തിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരാളെയല്ല പറയുന്നത്, ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ പണപ്പെരുപ്പം എന്ന് പറയുന്നതിന്റെ അവസ്ഥയാണ് പറയുന്നത്. ഈ പണപ്പെരുപ്പത്തിന്റെ മറ്റൊരു വാക്കാണ് നാണ്യപ്പെരുപ്പം, അതുമല്ലെങ്കിൽ നാണയപ്പെരുപ്പം. ഒന്നുകിൽ പണപ്പെരുപ്പം, അതുമല്ലെങ്കിൽ നാണ്യപ്പെരുപ്പം, അതുമല്ലെങ്കിൽ നാണയപ്പെരുപ്പം. ചിലപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാണും, അവർക്ക് വേണ്ടി പറഞ്ഞു തരുവാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം. പണപ്പെരുപ്പത്തിന്റെ മറ്റൊരു പേരാണ് നാണ്യപ്പെരുപ്പം. നാണയം പെരുകുന്നു, നാണയപ്പെരുപ്പം, നാണ്യപ്പെരുപ്പം, പണപ്പെരുപ്പം. ക്ലിയർ ആണല്ലോ? ദെൻ ഇനി 3 കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എൻ്റെയും നിങ്ങളുടെയും ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ആളുകളുടെ കയ്യിൽ പണത്തിന്റെ അളവ് കൂടുതലാണ്. ഇപ്പൊ എൻ്റെ കയ്യിൽ ധാരാളം മൊബൈൽ ഉണ്ട് എങ്കിൽ ഞാൻ എന്തോ പറയുന്നത്, മൊബൈലിന്റെ അളവ് കൂടുതലാണെന്നല്ലേ പറയുന്നത്. എൻ്റെ കയ്യിൽ ധാരാളം ഷർട്ടുണ്ട്, എൻ്റെ കയ്യിൽ ധാരാളം സ്വർണ്ണ നാണയങ്ങളുണ്ട്, എൻ്റെ കയ്യിൽ ധാരാളം സ്വർണ്ണമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ധാരാളം ഇന്നതുണ്ട്, ഇന്ന വസ്തു ഉണ്ട് എന്ന് പറയുമ്പം അതിന്റെ അളവ് കൂടുതൽ. അപ്പൊ പണത്തിന്റെ അളവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ പണം പെരുകിയിരിക്കുക, അങ്ങനെ പറയുന്നത്. പണപ്പെരുപ്പം, പണത്തിന്റെ അളവ് കൂടുതൽ. രണ്ടാമത്തത്, പണത്തിന്റെ അളവ് കൂടുതലാകുന്ന സാഹചര്യത്തിൽ പണത്തിന്റെ മൂല്യം എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം എല്ലാവരുടെയും കയ്യിൽ പണമുണ്ട്, എല്ലാവരുടെയും കയ്യിൽ പണമുണ്ട് എങ്കിൽ പണത്തിന്റെ മൂല്യം എന്തായിരിക്കും? കുറവായിരിക്കും. പണത്തിന്റെ വാല്യൂ കുറവായിരിക്കും. ദെൻ ആ സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളുടെ എല്ലാം സാധനങ്ങളുടെ മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയും, സാധനങ്ങളുടെ വില കൂടുതലായിരിക്കും. അതാണ് വിലക്കയറ്റം. അപ്പൊ പണപ്പെരുപ്പ സമയത്ത് എന്തും ഉണ്ടാവും? വിലക്കയറ്റം ഉണ്ടാവും. അപ്പോൾ ഒരു രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? അവിടെ പണപ്പെരുപ്പം ഉണ്ടെന്ന് അതിനർത്ഥം. അപ്പൊ സാധനങ്ങളുടെ വില കൂടുതലാകുന്നത് പണപ്പെരുപ്പ സമയത്താണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 3 വസ്തുതകൾ നിങ്ങൾ പഠിച്ചാൽ മതി. പണത്തിന്റെ അളവ് കൂടുതൽ, പണത്തിന്റെ മൂല്യം കുറവ്, സാധനങ്ങളുടെ വില കൂടുതൽ. എന്ന് വെച്ചാൽ എന്ത് കണ്ട് സാധനങ്ങളുടെ വില കൂടിയാലും, അതായത് എത്ര കണ്ട് സാധനങ്ങളുടെ വില കൂടിയാലും വാങ്ങാൻ നിങ്ങളുടെ എൻ്റെയും കയ്യിൽ എന്തുണ്ട്? പണമുണ്ട്. ഇതാണ് ലോജിക്ക്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ പണത്തിന്റെ അളവ് കൂടുതൽ. ഇനി വേറെ ഒന്നും ചിന്തിക്കേണ്ടെന്നേ. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ സൈക്കിളുണ്ട്, ധാരാളം സൈക്കിൾ ഉണ്ടെങ്കിൽ ആ സൈക്കിളിനോടുള്ള മൂല്യം എന്തായിരിക്കും? നമുക്ക് കുറവായിരിക്കും. നമ്മുടെ മനസ്സിൽ എന്തുമായിരിക്കും? ആ സൈക്കിൾ മാറ്റി ബൈക്ക് എടുത്താലോ, ഒത്തിരി ബൈക്ക് ഉണ്ടെങ്കിൽ ബൈക്ക് മാറ്റി കാർ എടുത്താലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഒത്തിരി കാർ ഉണ്ടെങ്കിൽ കാറിൽ ഏറ്റവും വില കൂടിയ ഈ പഴയ കാർ മാറ്റി ഏറ്റവും വില കൂടിയ കാർ മേടിച്ചാലോ എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക്.
ഇതാണ് മനുഷ്യന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പത്തിന്റെ മറ്റൊരു വാക്കാണ് നാണ്യപ്പെരുപ്പം, മറ്റൊരു വാക്കാണ് നാണയപ്പെരുപ്പം. പണത്തിന്റെ അളവ് കൂടുതൽ, പണത്തിന്റെ മൂല്യം കുറവ്, സാധനങ്ങളുടെ വില കൂടുതൽ എന്ന് വെച്ചാൽ വിലക്കയറ്റം. ഇനി ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, എല്ലാവരുടെയും നിങ്ങളുടെ എന്റെയും കയ്യിലെല്ലാം പണം ചുരുങ്ങുകയാ എന്ന് വെച്ചാൽ എന്തുവാ? പണച്ചുരുക്കം. ഇംഗ്ലീഷ് വാക്ക് ഡിഫ്ലേഷൻ എന്ന് പറയും. പണച്ചുരുക്കത്തിന്റെ മറ്റൊരു വാക്കാണ് ഡിഫ്ലേഷൻ. അതുമല്ലെങ്കിൽ നാണ്യച്ചുരുക്കം, അതുമല്ലെങ്കിൽ നാണയച്ചുരുക്കം. നേരത്തെ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ് അങ്ങ് പഠിച്ചാൽ മതി. എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്ത് കുറവ്? പണത്തിന്റെ അളവ് കുറവാ. പണം എന്റെയും കയ്യിലില്ല, എന്നോട് വന്ന് ചോദിക്കുക ഒരു 100 രൂപ, അപ്പൊ എൻ്റെ ഇല്ല, പണത്തിന്റെ അളവ് കുറവാ. പണത്തിന്റെ അളവ് കുറവാണെങ്കിൽ പണത്തിന്റെ മൂല്യം എന്തായിരിക്കും? കൂടുതലായിരിക്കും. എൻ്റെ കയ്യിൽ ഒരു ഷർട്ടുമില്ല, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ എൻ്റെ കയ്യിൽ ഒരു 10 ഷർട്ട് ഉണ്ടായിരുന്നു, അതിലിപ്പോൾ ഒറ്റ ഷർട്ട് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ എങ്കിൽ ആ ഒറ്റ ഷർട്ട് ഞാൻ വളരെ വലിയ വാല്യൂ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഒന്ന് കീറുവാണെങ്കിൽ തയ്ച്ചിട്ടുകൊണ്ട് പോകും. ഒരു ബട്ടൺസ് പൊട്ടുകയാണെങ്കിൽ ആ ബട്ടൺസ് തുന്നിപ്പിടിപ്പിക്കും. ഇങ്ങനെ വാല്യൂ കൂടുതലായിരിക്കും അളവ് കുറവാകുമ്പോൾ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ പണത്തിന്റെ അളവ് കുറവാണെങ്കിൽ പണത്തിന്റെ മൂല്യം കൂടുതൽ. വേറെ ഇനി ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് അത്താഴോ അല്ലെങ്കിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണമോ ഉച്ചക്കത്തെ ഊണോ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ അല്ലെങ്കിൽ ബിരിയാണിയോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ. ആ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് അമ്മയോ അല്ലെങ്കിൽ വീട്ടിൽ ആരാണോ ഉള്ളത് അവർ വിളമ്പിക്കൊണ്ട് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വിളമ്പി കഴിക്കാൻ പോവാം. ആ വിളമ്പുന്ന സമയത്ത് കുറച്ച് ചോറേ ഉള്ളൂ, കുറച്ച് ബിരിയാണി റൈസേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കുഴിമന്തിയേ ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് വാല്യൂ കൂടുതൽ കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ പറയത്തില്ലേ, ഒരു അരിമണി പോലും ഇല്ലാതെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? കഴിച്ചു കളയും. ഇതാണ് ലോജിക്ക്. ഇപ്പൊ പണത്തിന്റെ അളവ് കുറവാണെങ്കിൽ പണത്തിന്റെ മൂല്യം കൂടുതലായിരിക്കും. അടുത്തത് സാധനങ്ങളുടെ വില എന്തായിരിക്കും? കുറവായിരിക്കും. എന്ന് വെച്ചാൽ എത്ര കണ്ട് വില കുറഞ്ഞാലും വാങ്ങാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തില്ല? പണമില്ല. ഇതിനെയാണ് പണച്ചുരുക്കം അല്ലെങ്കിൽ നാണ്യ ചുരുക്കം, അതും അല്ലെങ്കിൽ നാണയ ചുരുക്കം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പണപ്പെരുപ്പം എന്താണ്, പണച്ചുരുക്കം എന്താണെന്ന് മനസ്സിലായി. അപ്പൊ പണപ്പെരുപ്പ സമയത്ത് പണം എല്ലാവരുടെയും കയ്യിലുണ്ട് എങ്കിൽ ആ പണം പരമാവധി ആരിലേക്ക് എത്തണം? ഈ പറയുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള ധനകാര്യ ബാങ്കുകൾ വഴി, അതായത് കൊമേഴ്സ്യൽ ബാങ്കുകൾ വഴി RBIയിലേക്ക് എത്തണം. അതിനുവേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന കുറച്ച് നടപടികളുണ്ട്. ഒന്ന്, ബാങ്ക് റേറ്റ്. അതായത് ബാങ്കിന് ഒരു റേറ്റ് കാണും. അത് വരും ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ബാങ്ക് റേറ്റ്, എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ, എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നൊക്കെ ഡിസ്കസ് ചെയ്തോളാം. ആദ്യം ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പണപ്പെരുപ്പ സമയത്ത് ബാങ്ക് റേറ്റ് അങ്ങ് കൂട്ടും. ബാങ്ക് റേറ്റ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കോമൺ ആയിട്ട് ഒരാൾ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനോ നിങ്ങളോ ഒക്കെ സാധാരണക്കാരനാണല്ലോ, സാധാരണ ജനങ്ങളാണല്ലോ. നമ്മൾ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ അതിനർത്ഥമാക്കുന്നത്? ബാങ്കിലെ പലിശ കൂട്ടുന്നത്. പലിശ ഓരോന്നിനും സെപ്പറേറ്റ് കൂട്ടത്തില്ല. ബാങ്കിന്റെ പലിശ കൂട്ടുക എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് കൂടുന്നത്. ഒന്ന്, പണം നമ്മൾ കൊണ്ടിടുന്ന സമയത്ത് ഡെപ്പോസിറ്റിന്റെ റേറ്റ് കൂടുതലാണ്, ലോണിന്റെ റേറ്റും കൂടുതലാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു 10 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിനകത്ത് 1 രൂപ കിട്ടുമെന്നിരിക്കട്ടെ. 10 രൂപ ഒരാൾ ലോൺ എടുത്താൽ 2 രൂപ ആരടയ്ക്കണം? ലോൺ എടുത്ത ആൾ അടയ്ക്കണം. 10 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ 1 രൂപ നമുക്ക് പലിശയായിട്ട് കിട്ടും. അതേ സ്ഥാനത്ത് എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ 10 രൂപ ലോൺ എടുത്താൽ അയാൾ പലിശയായിട്ട് അടയ്ക്കേണ്ടത് 2 രൂപയാണ്. എന്ന് വെച്ചാൽ ബാങ്കിന്റെ ലാഭം എന്ന് പറയുന്നത് ഈ 2 - 1 അല്ലയോ? അതായത് 1, ബാങ്കിന്റെ ലാഭത്തിന്റെ പേരാണ് സ്പ്രെഡ് അല്ലെങ്കിൽ വ്യാപനം എന്ന് പറയും. ധനകാര്യ ബാങ്കുകളുടെ ലാഭത്തെ അറിയപ്പെടുന്ന പേരാണ് വ്യാപനം അല്ലെങ്കിൽ സ്പ്രെഡ് കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: ലോൺ റേറ്റ് മൈനസ് ഡെപ്പോസിറ്റ് റേറ്റ്. ലോൺ റേറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഡെപ്പോസിറ്റ് റേറ്റ് കുറയ്ക്കുക. അപ്പൊ ഇവിടെ ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ എന്തൊക്കെയാ കൂടുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞേ. ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ എന്തൊക്കെയാ കൂടുന്നത്? എൻ്റെ കൂടെ തന്നെ പറഞ്ഞു. ബാങ്ക് റേറ്റ് കൂടുമ്പം ലോൺ റേറ്റും കൂടും, ഡെപ്പോസിറ്റ് റേറ്റും കൂടും. അപ്പൊ ലോൺ എടുക്കുന്നവൻ ലോൺ എടുക്കത്തില്ല. കാരണം എന്താ? ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റാ, പലിശ കൂടുതലാ. അപ്പം ലോൺ എടുക്കാതിരിക്കും. ഡെപ്പോസിറ്റ് ചെയ്യുന്നവൻ ഡെപ്പോസിറ്റ് ചെയ്യും. കാരണം ഡെപ്പോസിറ്റ് റേറ്റ് കൂടി നിൽക്കുക. അപ്പോൾ കയ്യിലുള്ള പണം എല്ലാം കൂടെ കൊണ്ടുപോയി എന്ത് ചെയ്യും? ഈ പറയുന്ന കൊമേഴ്സ്യൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും എന്നാണ് വെപ്പ്. കൊമേഴ്സ്യൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കൂടുതൽ പലിശ കിട്ടും. ഇതാണ് പണപ്പെരുപ്പ സമയത്ത് RBI എടുക്കുന്ന ഒന്നാമത്തെ പ്രോസസ്സ്, ബാങ്ക് റേറ്റ്. നേരെ തിരിച്ച് പണച്ചുരുക്ക സമയത്ത് ഈ ബാങ്ക് റേറ്റ് എന്ത് ചെയ്യും? കുറയ്ക്കും. ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ബാങ്ക് റേറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റിന്റെ റേറ്റും കുറയും,
ലോണിന്റെ റേറ്റും കുറയും. അപ്പൊ ഡെപ്പോസിറ്റിന്റെ റേറ്റ് കുറഞ്ഞാൽ ഇനി ആരെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യോ? ഇല്ല. ലോണിന്റെ റേറ്റ് കുറയുവാണെങ്കിൽ ആരുടെ കയ്യിൽ പണമില്ല? ജനങ്ങളുടെ കയ്യിലൊന്നും പണമില്ല. അതാണ് പണച്ചുരുക്കം. ആ സമയത്ത് അവർ വന്ന് ലോൺ എടുക്കും. ഇത്രയേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണപ്പെരുപ്പ സമയത്ത് ബാങ്ക് റേറ്റ് എടുക്കും. ബാങ്ക് റേറ്റ് കൂട്ടും. രണ്ടാമത്തത് തുറന്ന വിപണി പ്രവർത്തനം എന്ന് പറയും. തുറന്ന വിപണി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്, വീണ്ടും ആവർത്തിക്കുന്നു, ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് RBI വഴി ധനകാര്യ ബാങ്കുകൾ വഴി ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യപ്പെടുന്ന പ്രവർത്തനത്തിന്റെ പേരാണ് തുറന്ന വിപണി പ്രവർത്തനം. എന്റെയും നിങ്ങളുടെയും കയ്യിൽ പണം പെരുകിയിരിക്കുക എങ്കിൽ ആ പണം ഗവൺമെന്റിലേക്ക് എത്തണം. കൊമേഴ്സ്യൽ ബാങ്ക് വഴി RBI വഴി ഗവൺമെന്റിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ഗവൺമെന്റ് ചെയ്യുന്നത് കുറച്ച് ഷെയർ അങ്ങ് ഇഷ്യൂ ചെയ്യും, ഓഹരികൾ ഇഷ്യൂ ചെയ്യും. ഇപ്പൊ ഗവൺമെന്റിന്റെ ഷെയർ ആവുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വാല്യൂ ആണ്. കാരണം ഗവൺമെന്റ് പൊട്ടിപ്പോകാത്തല്ലോ. ഇപ്പൊ ഒരു പ്രൈവറ്റ് ഫേം ആണെങ്കിൽ പൊട്ടിപ്പോകുന്ന ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ഗവൺമെന്റ് ഷെയർ ഇറക്കുമ്പോൾ ഗവൺമെന്റ് ഷെയർ നമ്മൾ വാങ്ങുമ്പോൾ എന്ത് കൊടുക്കണം? പണം കൊടുക്കണം. നമ്മുടെ ഈ പണം പെരുകിയിരിക്കുക. പണം എങ്ങോട്ട് പോയി? പണം ഗവൺമെന്റിലേക്ക് പോയി. നമ്മുടെ കയ്യിൽ എന്തായി? ഷെയർ ആയി. നേരെ തിരിച്ച് പണം ചുരുങ്ങുന്ന സമയത്ത് ആരുടെയും കയ്യിൽ പണമില്ല. ആ സമയത്ത് ഈ വാങ്ങിച്ച ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ നമുക്ക് തന്ന ഷെയർ ഉണ്ടല്ലോ, അത് തിരിച്ചു വാങ്ങിക്കും. തിരിച്ചു വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്ത് തരണം? പണം തരണം. ഇതാണ് തുറന്ന വിപണി പ്രവർത്തനം. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. തുറന്ന വിപണി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പൊതുജനങ്ങൾക്ക് ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും, ജനങ്ങൾക്ക് കൊടുക്കുകയും തിരിച്ചു വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പേരാണ് തുറന്ന വിപണി പ്രവർത്തനം. മൂന്നാമത്തെ വാക്കാണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയും. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ബാങ്ക് റേറ്റ് കൂട്ടുമ്പം, അതായത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കൊമേഴ്സ്യൽ ബാങ്കിനെ എടുക്കുക, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്നു, അല്ലെങ്കിൽ ധനലക്ഷ്മി ബാങ്കിനെ എടുക്കുന്നു, അല്ലെങ്കിൽ കാനറ ബാങ്കിനെ എടുക്കുന്നു, അല്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ എടുക്കുന്നു. ഏത് ബാങ്കിനെ നിങ്ങൾ എടുത്തു, ആ ബാങ്കിന്റെ കേസ് എടുക്കുമ്പം അവർക്ക് ഒരു 10 കോടി രൂപ ഡെപ്പോസിറ്റ് കിട്ടി. ഒരു മാസം 10 കോടി രൂപ ഡെപ്പോസിറ്റ് കിട്ടിയെന്നിരിക്കട്ടെ. അവര് ഈ 10 കോടിയും എന്തായിട്ട് കൊടുക്കത്തില്ല? ലോണായിട്ട് കൊടുക്കത്തില്ല. അതിന്റെ കുറച്ച് ഭാഗം ക്യാഷ് ആയിട്ട് റിസർവ് ചെയ്യും. എവിടെ റിസർവ് ചെയ്യുന്ന അറിയാമോ? ആ ബ്രാഞ്ചിലല്ല റിസർവ് ചെയ്യുന്നത്, മറിച്ച് RBI കൊണ്ട് റിസർവ് ചെയ്യും. അപ്പൊ ഇവിടെ ലോൺ, അതായത് ഡെപ്പോസിറ്റ് കൂടുതലായാൽ CRR കൂടണം, ഡെപ്പോസിറ്റ് കുറവായാൽ CRR കുറയണമെന്നല്ലയോ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പണപ്പെരുപ്പ സമയത്ത് ഡെപ്പോസിറ്റ് കൂടുതലാ, അപ്പൊ CRR കൂടും. പണച്ചുരുക്ക സമയത്ത് ഡെപ്പോസിറ്റ് കുറവാ, CRR കുറയും. അപ്പൊ ഈ പറഞ്ഞ ബാങ്ക് റേറ്റ്, തുറന്ന വിപണി പ്രവർത്തനം, CRR, ഇത് മൂന്നും പണപ്പെരുപ്പ സമയത്ത് RBI എടുക്കുന്ന പണനയത്തിന്റെ ഉപകരണങ്ങളിൽ പെടാത്തതെന്ന് പറഞ്ഞാൽ ദാണ്ടെ ഓപ്ഷൻ ഡി, ഹൈപ്പവേർഡ് മണിയാണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, എന്തുവാ ഈ ഹൈപ്പവേർഡ് മണി? ഇത് NCERT സ്കൂൾ ടെക്സ്റ്റ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൈപ്പവേർഡ് മണി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു രാജ്യത്തിന്റെ കേന്ദ്ര ധനകാര്യ സ്ഥാപനത്തിന്റെ മൊത്തം ബാധ്യതയെ അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പവേർഡ് മണി. ഇങ്ങനെ തന്നെ പഠിക്കണം. ഒരു രാജ്യത്തിന്റെ കേന്ദ്ര ധനകാര്യ സ്ഥാപനത്തിന് മൊത്തം ബാധ്യത. കേന്ദ്ര ധനകാര്യ സ്ഥാപനം എന്ന് പറഞ്ഞാൽ RBI. ഒരു രാജ്യത്തിന്റെ RBIയുടെ മൊത്തം ബാധ്യത അറിയപ്പെടുന്ന പേര് ഹൈപ്പവേർഡ് മണി. ഈ ഹൈപ്പവേർഡ് മണി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പണപരമായ അടിത്തറ. അതിൽ അവിടെ NCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ കൊടുത്തപ്പോണ്ട് H= ഹൈപ്പവേർഡ് മണി സമമാണ് CU+R. എന്താ ഈ CU എന്ന് പറഞ്ഞാൽ? അതായത് കറൻസി ഹെൽഡ് ബൈ പബ്ലിക്, ജനങ്ങൾ കൈവശം വെക്കുന്ന കറൻസിയുടെ അളവിനെ അറിയപ്പെടുന്ന പേരാണ് CU എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് CU+R എന്നല്ലേ പറഞ്ഞേക്കുന്നത്. R എന്ന് പറഞ്ഞാൽ റിസർവ് പണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 1 കോടി രൂപ ഇന്ത്യ മഹാരാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുക, 1 കോടി രൂപയുടെ കറൻസി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കൈവശം വെക്കാവുന്ന കുറച്ച് കറൻസി കാണും. അതിന്റെ അളവ്. അതിനോടൊപ്പം ഈ 1 കോടി രൂപ എന്ത് ചെയ്യത്തില്ല? പൊതുജനങ്ങൾക്കായിട്ട് കൊടുക്കത്തില്ല. അത് കുറച്ച് ഹോൾഡ് ചെയ്യും, കുറച്ച് റിസർവ് ആയിട്ട് മാറ്റിവെക്കും. ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പവേർഡ് മണി. അപ്പോൾ ഒരു രാജ്യത്തിന്റെ കേന്ദ്ര ധനകാര്യ സ്ഥാപനത്തിന് മൊത്തം ബാധ്യത അറിയപ്പെടുന്ന പേര് ഹൈപ്പവേർഡ് മണി എന്നാണ്. അറിയപ്പെടുന്ന മറ്റൊരു പേര് പണപരമായ അടിത്തറ എന്നാണ്. ഓക്കെ, അപ്പൊ പണപ്പെരുപ്പം എന്താണ്, പണച്ചുരുക്കം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല, ഒന്ന് ഓർത്തു വെക്കണം. ഇനി പണനയത്തിന്റെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഒത്തൊന്ന് നോട്ട് ചെയ്തേക്കണേ. നമ്മൾ എഴുതാൻ പോകുന്ന ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ അതിനെല്ലാം ഗുണകരമായി കണ്ടന്റ്. പണനയത്തിന്റെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ: 1, ബാങ്ക് റേറ്റ്. 2, തുറന്ന വിപണി പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞതാണ്. മൂന്നാമതാണ് CRR. വരും ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് CRR എന്താണ്, SLR എന്താണെന്നൊക്കെ പറയാം. നാലാമതാണ് സ്റ്റെറിലൈസേഷൻ നടപടി. വേറെ ഒന്നുമില്ല, സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുക. അതായത് പണപ്പെരുപ്പവും പണച്ചുരുക്കവും സമയത്ത് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യും.
ഇമ്പോർട്ടും ചെയ്യും. എങ്ങനെയൊക്കെയാണെന്ന് നമ്മളത് ഡിസ്കസ് ചെയ്തോളാം. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ അറിയപ്പെടും എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്ന നടപടിക്രമത്തെ അറിയപ്പെടുന്ന പേരാണ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പണപ്പെരുപ്പ സമയത്ത് എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? പണമുണ്ട്. ആ പണം എങ്ങനെങ്കിലും ചെലവാക്കണം. അതിനുവേണ്ടി എടുക്കുന്ന 4 പ്രവർത്തനങ്ങളാണ് ബാങ്ക് റേറ്റ്, തുറന്ന വിപണി പ്രവർത്തനം, CRR, സ്റ്റെറിലൈസേഷൻ നടപടി. ഇനി പണ ചുരുക്ക സമയത്ത് ഇതേ കേസ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും. ബാങ്ക് റേറ്റ് എടുക്കും, തുറന്ന വിപണി പ്രവർത്തനം എടുക്കും, CRR എടുക്കും, സ്റ്റെറിലൈസേഷൻ നടപടി എടുക്കും. എങ്ങനെയാണെന്ന് വരും ക്ലാസ്സിൽ എടുത്തോളാം. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ ആണല്ലോ? ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ ഇന്ന് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ട കണ്ടന്റ്, ഒന്ന് സിലബസ് കണ്ടന്റ് മസ്റ്റായും പഠിക്കണം. ഇന്ന് തരുന്ന ഈ ക്ലാസ് കാണണം. ഇതിന്റെ PDF നോട്ട് കമ്പൽസറി ആയിട്ട് പഠിക്കണം. ഇന്ന് രാവിലെ മുതൽ എന്തൊക്കെ നിങ്ങളുടെ വർക്കൗട്ട് ബാച്ചിൽ തന്നിട്ടുണ്ടോ അതിൽ രാവിലെ തന്നെ പബ്ലിഷ് ചെയ്തേക്കുന്ന പത്രവാർത്തകളുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട പത്രവാർത്തകളുമായി ബന്ധപ്പെട്ട BR അംബേദ്കറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ ആ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ പത്രവാർത്തകളായി പബ്ലിഷ് ചെയ്തേപ്പുണ്ട്. ശ്രീ പിണറായി വിജയൻ എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രത്യേകത, കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന വ്യക്തിത്വം EK നയനാരാണ്. അപ്പൊ 2ാം സ്ഥാനം ഇപ്പം ആർക്കാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ 2ാം സ്ഥാനത്ത് എത്തുന്നത് ശ്രീ K കരുണാകരന്റെ ഒരു സ്ഥാനം മറികടന്നാണ്. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിത്വം ഇപ്പോൾ EK നയനാർ 1ാം സ്ഥാനം, 2ാം സ്ഥാനം ശ്രീ പിണറായി വിജയനാണ്. ഇനി മൂന്നാമത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിത കണ്ടൽക്കാടുകളുള്ള ജില്ലയായി കണ്ണൂർ ജില്ല മാറിയിട്ടുണ്ട്. ഇത്ര ഹെക്ടർ കണ്ടൽ വനവുമായി ബന്ധപ്പെട്ട അവിടെ പുതിയ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടൽക്കാടുകളുമായി ബന്ധപ്പെട്ട കണ്ടന്റ് മാത്രം പഠിച്ചാൽ പോരാ. കണ്ടൽക്കാടുകളുടെമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൽക്കാടുകളുടെ ഒരു സംരക്ഷിത മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ കണ്ടൽക്കാടുകളുടെ സുരക്ഷതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊട്ടക്ഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കല്ലൻ പൊക്കുടൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 കൃതികളുണ്ട്. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം, ചൂട്ടാച്ചി. ആ 2 പുസ്തകങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇന്ന് പ്രധാനപ്പെട്ട പത്രവാർത്തകളാണ് ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ കറണ്ട് അഫയേഴ്സ് കൂടി അപ്ഡേറ്റ് ചെയ്യുക. ആ കറണ്ട് അഫയേഴ്സിനോടൊപ്പം എന്തൊക്കെ ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ കറണ്ട് അഫയേഴ്സ് ആയിട്ട് തരുന്നോ അതെല്ലാം പഠിക്കണം. ദെൻ SCRT NCRTയുടെ 2 ചാപ്റ്റർ പഠിക്കണം. 10ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും സ്കൂൾ ടെക്സ്റ്റ് ഉണ്ട്. അതിൽ 10ാം ക്ലാസ്സിലെ 2 ചാപ്റ്റർ ഇന്ന് പഠിക്കണം. ദെൻ തരുന്ന മൈക്രോ നോട്ട്സ് മുഴുവൻ വായിക്കണം. ഇന്ന് തരുന്ന എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ അത് വീഡിയോ ക്ലാസ് ആകും, PDF നോട്ടാകും, പ്രിന്റഡ് നോട്ടാകും, എല്ലാം പഠിക്കണം. ഇതെല്ലാം ചേർത്ത് രാത്രി 9 മണിക്ക് എക്സാം. ഈ എക്സാം PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ ഈ പറയുന്ന എല്ലാ ടോപ്പിക്കും വരും. ഓക്കെ ആണല്ലോ? അപ്പം ഇനി ആരെങ്കിലും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ 9072728242 നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക. വാട്സപ്പ് മെസ്സേജ് അയക്കുമ്പോൾ വർക്കൗട്ട് ബാച്ച് നിങ്ങളുടെ പേര് തന്നെ മെൻഷൻ ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരികയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ്? വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്ന. അപ്പൊ അവിടെ 2 തരം ബാങ്ക് നമ്മൾ പഠിക്കും. ഒന്ന് വാണിജ്യ ബാങ്കും ഉണ്ട്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന RBI ഉണ്ട്. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്തേക്കണം. കാരണം ഈ 4 ഓപ്ഷൻ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണല്ലോ ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കുന്നത്. അപ്പോൾ RBIയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നോട്ട് അച്ചടിച്ചിറക്കല. 2, ഇന്ത്യയിലെ മുഴുവൻ വായ്പകളെ നിയന്ത്രിക്കുന്നത് ആരാണ്? RBI. ദെൻ ഗവൺമെന്റിന്റെ ബാങ്ക് അല്ലെങ്കിൽ സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI അല്ലയോ? ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ ആര് സ്വീകരിക്കുന്നില്ല? RBI സ്വീകരിക്കുന്നില്ല. അപ്പം പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും പൊതുജനങ്ങൾക്ക് ലോൺ നൽകുകയും ചെയ്യുന്ന ഏക ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് വാണിജ്യ ബാങ്കാ. അപ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത് നിക്ഷേപങ്ങൾ സ്വീകരിക്കല. പറഞ്ഞ മനസ്സിലായോ? താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ പറയുന്ന വാണിജ്യ ബാങ്കുകളിൽ നിന്ന് RBI നിക്ഷേപങ്ങൾ സ്വീകരിക്കത്തില്ലയോ? അവിടെ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും പൊതുജനങ്ങൾക്ക് ലോൺ നൽകുകയും ചെയ്യപ്പെടുന്ന ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് RBI വരൂല, അത് വാണിജ്യ ബാങ്കേ വരത്തുള്ളൂ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക് എന്നീ പ്രത്യേകതകളുള്ളത് ആരാണ്? RBI ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ഈ വാണിജ്യ ബാങ്ക് സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട നിക്ഷേപങ്ങളുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ വാണിജ്യ ബാങ്കുകളുടെയും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ലോൺസ് എന്നാണ്.
അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് അതായത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, ലോൺ നൽകുക, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ലോൺസ്. അപ്പോൾ വാണിജ്യ ബാങ്ക് സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിങ്സ് ഡെപ്പോസിറ്റ്, രണ്ടാമത്തതാണ് കറണ്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രചലിത നിക്ഷേപം, മൂന്നാമത്തതാണ് സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ FD ഫിക്സഡ് ഡെപ്പോസിറ്റ്, നാലാമത്തതാണ് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റക്കറന്റ് ഡെപ്പോസിറ്റ്. നാലാണ്. സ്ഥിര നിക്ഷേപമുണ്ട്, സമ്പാദ്യ നിക്ഷേപമുണ്ട്, പ്രചലിത നിക്ഷേപമുണ്ട്, ആവർത്തിത നിക്ഷേപം. എന്താ ഈ സമ്പാദ്യ നിക്ഷേപം എന്ന് പറഞ്ഞാൽ? അപ്പൊ നോർമലായിട്ട് നമ്മളെല്ലാവരും ഒരു അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ബാങ്കിൽ ചെല്ലുമ്പം അവർ പറയുന്നത് സേവിങ്സ് ഡെപ്പോസിറ്റ് മതിയോ? മതി. കാരണം എന്താ? സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും സേവിങ്സ് ഡെപ്പോസിറ്റ് ഓപ്പൺ ആക്കാം. വീണ്ടും ആവർത്തിക്കുന്നു, സേവിങ്സ് ഡെപ്പോസിറ്റ് എല്ലാം എന്ന് വെച്ചാൽ ഒരു കറണ്ട് അക്കൗണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും സേവിങ്സ് ഡെപ്പോസിറ്റ് എന്നതിനായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാങ്കിൽ പോകുന്ന സമയത്ത് സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാണ് അവരെന്ത് ചെയ്യുന്നത്? നമുക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കി തരുന്നത്. എന്ന് വെച്ചാൽ സേവിങ്സ് ഡെപ്പോസിറ്റിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പണം ഇടാം, എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യും? അത് തിരിച്ചെടുക്കാം. അതിന് പ്രത്യേകമായിട്ട് കണ്ടീഷനൊന്നുമില്ല. ദെൻ രണ്ടാമത്തതാണ് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ്. കറണ്ട് ഡെപ്പോസിറ്റിന്റെ പ്രത്യേകത, ഈ പറയുന്ന ബിസിനസ്സുകാർ, അതായത് വ്യവസായികൾ, സംരംഭകർ, ഇവരെല്ലാം ചൂസ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് ആണ് നമ്മൾ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കറണ്ട് ഡെപ്പോസിറ്റിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഇല്ല. എത്ര എമൗണ്ട് വേണമെങ്കിലും അക്കൗണ്ടിലേക്ക് വരാം, എത്ര എമൗണ്ട് വേണമെങ്കിലും അക്കൗണ്ടിൽ നിന്ന് പോകാം. പക്ഷേ സേവിങ്സ് ഡെപ്പോസിറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അതിനൊരു കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ എവിടെ ഇല്ല? ഈ പറഞ്ഞ കറണ്ട് ഡെപ്പോസിറ്റ് ഇല്ല. ദെൻ മൂന്നാമതാണ് സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ FD ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയും. ഒരു തുക, ഇപ്പോൾ 1 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമോ അല്ലെങ്കിൽ 5 ലക്ഷമോ ദീർഘകാലം, അതായത് 1 വർഷം 2 വർഷം 3 വർഷത്തേക്ക് നമ്മൾ ആ ലോങ് ലൈഫിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് എന്തിനാണ്? സ്ഥിര നിക്ഷേപത്തിനാണ്. ഇനി ആവർത്തിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഈ വീഡിയോ ക്ലാസ് എല്ലാം കണ്ട് നിങ്ങൾ ഈ പറയുന്ന ഇവ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ എല്ലാം എഴുതി ആദ്യ റാങ്കിൽ വന്ന് നിങ്ങൾക്ക് സർക്കാർ സർവീസിൽ നിയമനം കിട്ടി. സർക്കാർ സർവീസിൽ നിയമനം കിട്ടുമ്പോൾ മാസാമാസം എന്ത് കിട്ടും? ശമ്പളം കൃത്യമായിട്ട് കിട്ടുമല്ലോ, അതിൽ തർക്കമില്ലല്ലോ. KSRTC ഒഴികെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് എന്നാണ് പൊതുവായിട്ടുള്ള അറിവ്. അപ്പൊ അവിടെ ഈ പറയുന്ന കൃത്യമായിട്ട് ഓരോ മാസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നു എങ്കിൽ അതിലൊരു ഭാഗം നിങ്ങൾക്ക് ഒരു 40,000 രൂപ ശമ്പളം കിട്ടുവാണ് എന്നിരിക്കട്ടെ, എങ്കിൽ അതിലൊരു 5,000 രൂപ വീതം എല്ലാ മാസവും ആവർത്തിച്ച് നിക്ഷേപം നടത്തുവാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് റെക്കറന്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ RD എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ വീടിനടുത്തൊക്കെ ഏതെങ്കിലുമൊക്കെ ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ പോസ്റ്റ് ഓഫീസിൽ RD ചേർക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. അവർ പറയുന്നത് RD ഒരു ചിട്ടി പോലെ ഒരു എമൗണ്ട് നമ്മൾ എല്ലാ വർഷവും എല്ലാ മാസവും ഫിക്സഡ് ആയിട്ട് അടയ്ക്കണം. ദെൻ അതിനൊരു ടെന്യൂർ ആവുന്ന സമയത്ത് നമുക്കതിന്റെ ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു തരും. ഇതാണ് RD എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് വാണിജ്യ ബാങ്കുകളുടെ ലാഭത്തെ അറിയപ്പെടുന്ന പേരാണ് വ്യാപനം. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പ്രെഡ് അല്ലെങ്കിൽ വ്യാപനം ഈക്വൽ ടു ലോൺ റേറ്റ് മൈനസ് ഡെപ്പോസിറ്റ് റേറ്റ്. ലോൺ റേറ്റ് മൈനസ് ഡെപ്പോസിറ്റ് റേറ്റ്. ക്ലിയർ ആണല്ലോ. അടുത്തത് ബാങ്കിങ് എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? അത് തൃതീയ മേഖലയിലാണ് എന്ത് ഉൾപ്പെടുന്നത്? ബാങ്കിങ് ഉൾപ്പെടുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വാണിജ്യ ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്കിങ് ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? പ്രാഥമിക മേഖല എഴുതി വെച്ചു. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നൊരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ടും കാണും. കാരണം അത്രയേറെ ഇമ്പോർട്ടൻസ് ഈ പറയുന്ന പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടറിനുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് ഈ പറയുന്ന നമ്മൾ ഈ ചോദ്യം ഡിസ്കസ് ചെയ്തതാണ്. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? ആൻസർ നിക്ഷേപങ്ങൾ സ്വീകരിക്കലാണ്. നോട്ട് ചെയ്തേക്കണം. അടുത്തത് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്ത് എന്നാണ് അടുത്ത ചോദ്യം. ഒരു മുൻകാല വർഷ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? ഓപ്ഷൻ എ സഹകരണം മുന്നേറ്റം, ഓപ്ഷൻ ബി സഹകരണം സഹായം, ഓപ്ഷൻ സി സഹകരണം സ്വയം സഹായം പരസ്പര സഹായം, ഓപ്ഷൻ ഡി സഹകരണം സൗഹൃദം. ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ, കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. അപ്പൊ നമുക്ക് ഈ വാക്കൊന്ന് നോട്ട് ചെയ്തേക്കണേ. സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെ പഠിക്കാനുണ്ട്. ലോകത്തിൽ ആദ്യമായി സഹകരണ പ്രസ്ഥാനം നിലവിൽ വരുന്നത്, എന്ന് വെച്ചാൽ സഹകരണ പ്രസ്ഥാനം നിലവിൽ വരുന്നത് ഇംഗ്ലണ്ടിലാണ്. ലോകത്തിൽ ആദ്യമായി.
ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ലോക സഹകരണ, ഇതൊന്ന് നോട്ട് ചെയ്തേക്കണം, ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ. കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് AK ഗോപാലനാണ്. അയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ എന്നറിയപ്പെടുന്ന AK ഗോപാലനാണ് കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ സഹകരണ പ്രസ്ഥാനത്തെ പറ്റി പഠിക്കുമ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് അത് കോഴിക്കോടാണ്. ഓക്കെ, ദെൻ അവിടെ ഈ പറയുന്ന സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ പറയുന്ന ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ നിലവിലെ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ അമിത് ഷായാണ്. ഓക്കെ, സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനാണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി, ഇപ്പൊ കേന്ദ്രത്തിൽ സഹകരണ വകുപ്പുണ്ട്, കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷയും സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനുമാണ്. അപ്പൊ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ലോകത്തിൽ ആദ്യമായി സഹകരണ പ്രസ്ഥാനം നിലവിൽ വന്ന രാജ്യം ഇംഗ്ലണ്ടാണ്. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവനാണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ. കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് AK ഗോപാലൻ. ക്ലിയർ ആണല്ലോ? അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള ബാങ്കുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കറണ്ട് അഫയേഴ്സ് മസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. കേരള ബാങ്ക് നിലവിൽ വരുന്നത് 2019 നവംബർ 29 കേരള ബാങ്ക് നിലവിൽ വരുന്നത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ, ഈ പറയുന്ന കേരള ബാങ്ക് രൂപീകരിക്കുന്ന സമയത്ത് 2019 നവംബർ 29 സമയത്ത് കേരളത്തിലെ 14 ജില്ലാ സഹകരണ ബാങ്കിൽ 13 ജില്ലാ സഹകരണ ബാങ്കുകൾ മാത്രമേ ലയിക്കത്തുള്ളൂ. ഒരു ജില്ലാ സഹകരണ ബാങ്ക് മാത്രം മാറി നിൽക്കും. അവർ ലയിക്കത്തില്ല. പക്ഷെ അത് നിയമപ്രകാരം ഇല്ലാണ്ടാക്കി. എന്ന് വെച്ചാൽ 2021 നവംബർ 3 ഈ മാറി നിന്ന മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കൂടി കേരള നിയമസഭയിൽ ലയിപ്പിക്കുന്നതിനുള്ള ബില്ല് കേരള നിയമസഭ ഐക്യകണ്ഠമായി പാസാക്കി. ഈ പറയുന്ന കേരള ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പേര് MS ശ്രീറാം കമ്മിറ്റി എന്ന. കേരള ബാങ്കിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പേര് MS ശ്രീറാം കമ്മിറ്റി. കേരള ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന വ്യക്തിത്വം ഗോപി കോട്ടമുറിക്കലാണ്. അതിന്റെ CEOക്കൊക്കെ മാറ്റമുണ്ട്. അപ്പം ഓർത്തു വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് കേരള ബാങ്ക് നിലവിൽ വരുന്നത് 2019 നവംബർ 29. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തുടക്ക സമയത്ത് 13 ജില്ലാ സഹകരണ ബാങ്കുകളെ ലയിച്ചിട്ടുള്ളൂ. അതിനുശേഷം 2021 ഈ പറഞ്ഞ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കൂടി ഉൾപ്പെടുത്തി കേരള ബാങ്കിന്റെ മുഴുവൻ, അതായത് കേരളത്തിലെ മുഴുവൻ ജില്ലാ സഹകരണ ബാങ്കുകളും ഇപ്പം എവിടെയാണ്? കേരള ബാങ്കിലാണ്. അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, അടുത്തത് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് പറയുന്നത്, എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? നിങ്ങൾ തന്നെ പറ. ഓപ്ഷൻ 17 ഉണ്ട്, 15 ഉണ്ട്, 21 ഉണ്ട്, 13 ഉണ്ട്. ആൻസർ ഏതാണ്? 13. അപ്പൊ ആദ്യ സമയത്ത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ലയിച്ചില്ല. ബാക്കിയുള്ള 13 ജില്ലാ സഹകരണ ബാങ്കുകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള 13 ജില്ലാ സഹകരണ ബാങ്കുകളെ മാത്രം സംയോജിപ്പിച്ച് എന്തുണ്ടാക്കി? ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചു. ദെൻ അതിനുശേഷം 2021 പറഞ്ഞ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കൂടി ഉൾപ്പെടുന്നത്. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ D 13 അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് ഏത്? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നബാർഡിന്റെ പൂർണ്ണ രൂപം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നബാർഡിന്റെ പൂർണ്ണ രൂപം. ഇന്ത്യയിൽ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകനോ കാർഷിക വായ്പകളുടെ നിയന്ത്രകനോ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് എഴുതേണ്ടത് നബാർഡാണ്. അപ്പൊ നമ്മുടെ ഓരോ ഓപ്ഷൻ പരിശോധിക്കുക. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമാണ് നബാർഡ് നിലവിൽ വന്നത്. ആ എക്സ്പാൻഷൻ തന്നെ ഉണ്ട്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പൊ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ, കാർഷിക, റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ വികസനം. അപ്പോൾ ഓപ്ഷൻ A ശരിയാണ്. 1980 ജൂലൈ 12 സ്ഥാപിതമായി. തെറ്റ. ഈ പറഞ്ഞ നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്. 1980 ജൂലൈ 12 അല്ല സ്ഥാപിതമാകുന്നത്. ഈ പറഞ്ഞ നബാർഡിന്റെ ഒരു ആസ്ഥാനമുണ്ട്. ആസ്ഥാനം മുംബൈയാണ്.
ആസ്ഥാനം മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ അല്ലയോ? ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈ അല്ലയോ? ഏറ്റവും ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി പ്രത്യേകതയുണ്ട്. ദെൻ ഈ പറയുന്ന നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പേര് ശിവരാമൻ കമ്മിറ്റി എന്നാണ്. വേറെ ഒന്നുമില്ലെന്നേ. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് അവിടെ നബാർഡ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ശിവരാമൻ എന്ന് പറയുന്ന ഒരാളെ മനസ്സിലാക്കിയാൽ മതി. മനസ്സിൽ ഇങ്ങനെ വെച്ചേക്കാം, നബാർഡിന്റെ മുന്നിൽ ശിവരാമൻ എന്ന് പറയുന്ന ആൾ നിൽക്കുന്നു. അത്രേ ഉള്ളൂ. പരീക്ഷയിൽ കയറുമ്പോൾ നമുക്ക് കുഴഞ്ഞു പോകത്തില്ല, തിരിഞ്ഞു പോകത്തില്ല. അപ്പം 3 ഓപ്ഷൻ ശരിയാണ്. ഏതൊക്കെയാണ്? എ ശരിയാണ്, സി ശരിയാണ്, ഡി ശരിയാണ്. ഇനി തെറ്റായ നമുക്ക് തിരുത്തണമല്ലോ. അപ്പോൾ ഒന്നാമത്തെ വസ്തുത പറയുക. ഈ പറഞ്ഞ നബാർഡ് നിലവിൽ വരുന്നത് 1982 ജൂലൈ 12. 1982 ജൂലൈ 12-നാണ് നബാർഡ് സ്ഥാപിതമാകുന്നത്. നബാർഡിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാർഷിക വികസനവും ഗ്രാമീണ വികസനവുമാണ്. ആസ്ഥാനം മുംബൈയാണ്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം? ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. ഇനി അടുത്ത ശുപാർശ പ്രകാരം. ഓക്കെ, അടുത്തത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് വെച്ചാൽ RIDF നിയന്ത്രിക്കുന്നത് ഏത് ബാങ്കാണ്? ഇപ്പത്തെ പറഞ്ഞതേ ഉള്ളൂ. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഗ്രാമീണ വികസനവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ആൻസർ ഏതായിരിക്കും? ഈ പറഞ്ഞ നബാർഡാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഉത്തരം നബാർഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നബാർഡ് രൂപീകരിക്കുന്നത് 1982 ജൂലൈ 12. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് നബാർഡിനെയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നബാർഡിന്റെ പൂർണ്ണരൂപം. നബാർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയാണ്. ഈ പറയുന്ന നബാർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന കൂടി ഒന്ന് ഓർത്തു വെക്കണം. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യത്തെ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ലക്നൌവിൽ സ്ഥാപിച്ച ബാങ്ക് അത് നബാർഡാണ്. കേരളത്തിൽ നബാർഡിന്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് വരുന്നു. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിൽ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതെന്നാണ് ചോദ്യം. 2020 ഏപ്രിൽ 1 അന്നത്തെ കറണ്ട് അഫേഴ്സ് ആണ്. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിൽ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. 1ാമത്തെ വലിയ പൊതുമേഖലാ ബാങ്ക് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഒരേ ഒരു വാങ്ങലുകാരൻ മാത്രമുള്ള കമ്പോളം ഏതാണ്? ഒരേ ഒരു വാങ്ങലുകാരൻ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ പറയുന്ന ഓരോ വാക്കുകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ എന്നാണ്. ഓക്കെ, മോണോ. പൊളി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ലോജിക്കായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പൊളി എന്ന് പറഞ്ഞാൽ സെല്ലർ. സൊണി എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നവൻ. ഇപ്പൊ ഇവിടെ മത്സര പരീക്ഷ ഹാളിൽ കയറുന്ന സമയത്ത് ഇതൊരു NCERT +2 ബേസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് പറയാൻ പോകും. എന്താ ഈ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന, ഇപ്പൊ ഇതിൽ വരാൻ സാധ്യതയില്ലാത്തത് പറയാം. മൊണോപ്പൊളി, ഒരു ഉൽപ്പന്നം എടുക്കുക, ആ ഉൽപ്പന്നത്തിൽ ഇവരാണ് മൊണോപ്പൊളി എന്ന് പറയത്തില്ലേ? ഒരു ഉൽപ്പന്നം ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തു, അതിൽ അവരാണ് മൊണോപ്പൊളി എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുക്കുക, ആ പ്രോഡക്റ്റിന്റെ വിപണിയിൽ ഉൽപാദകൻ കുറച്ച് പേരേ ഉള്ളൂ. ഒരു ഉൽപാദകനെ കാണത്തുള്ളൂ. പക്ഷെ ഒന്നിലധികം ഉപഭോക്താവ് കാണും. എങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് മൊണോപ്പൊളി അല്ലെങ്കിൽ കുത്തക വിപണി എന്ന് പറയും. കുത്തക വിപണി അല്ലെങ്കിൽ മൊണോപ്പൊളി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബെൻസ് കാറിനെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ബെൻസ് കാർ ആര് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? ഈ പറയുന്ന അത്രയും ലക്ഷറി പ്രോഡക്റ്റ് ആയിട്ടുള്ള ബെൻസ് കാർ അവർ മാത്രമേ, ബെൻസ് എന്നറിയപ്പെടുന്ന കമ്പനി മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ബെൻസ് കാർ വാങ്ങിക്കാൻ ഒത്തിരി പേരാണ്. അല്ലെങ്കിൽ റോൾസ് റോയൽസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ചില ആളുകൾ മനസ്സിൽ വിചാരിക്കും ഈ പറയുന്ന ആൾട്ടോ അല്ലെങ്കിൽ നാനോ മാത്രമല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ അതിനെ കോമ്പീറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ നാനോയുടെ അത്രയും എക്സ്പെൻസ് ഉള്ള വേറെ ഏതെങ്കിലും ഒരു കാർ കാണും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾട്ടോയുടെ സെയിം പ്രൈസ് ഉള്ള വേറെ ഏതെങ്കിലും ഒരു കാർ കാണും. ഇതാണ് ലോജിക്ക്. അപ്പം കുത്തക വിപണി അറിയപ്പെടുന്ന പേരാണ് മൊണോപ്പൊളി. അപ്പോൾ ഒരേ ഒരു വാങ്ങലുകാരനില്ലല്ലോ. രണ്ടാമത്തെ നോക്കി ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലോജിക്കും നിങ്ങൾ ചിന്തിക്കേണ്ട. അവിടെ ലോജിക്കായിട്ട് വേണ്ടത് പൊളി എന്ന് വെച്ചാൽ എന്തോന്നാണ് ഞാൻ പറഞ്ഞത്? സെല്ലർ എന്നാണ് പറഞ്ഞത്. അതായത് ഒന്നിലധികം സെല്ലർ ഉണ്ട്, അതാണ് ഒളിഗോപ്പൊളി. മോണോപ്സോണി എന്ന് പറഞ്ഞാൽ ഒന്ന്, മോണോപ്സോണി ഒരേ ഒരു വാങ്ങലുകാരൻ മാത്രമുള്ള കമ്പോളത്തിന്റെ പേരാണ് എന്ത്? മോണോപ്സോണി എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വന്ന ഡിയോപ്പൊളി. ഡിയോ എന്ന് വെച്ചാൽ എന്തുവാ? രണ്ട് വിൽപ്പനക്കാർ മാത്രമുള്ള ഒരു മാർക്കറ്റിനെ അറിയപ്പെടുന്ന പേരാണ് ഡിയോപ്പൊളി. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുവാണ്, ഡിയോപ്പൊളിയുടെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മളറിയാം ഫുഡ് പ്രോഡക്റ്റിന്റെ ഇപ്പൊ നമ്മൾ സൊമാറ്റോ നമ്മൾ പറയുന്ന ഒരു മാർക്കറ്റാണ് സൊമാറ്റോ. അവർ ഈ പറയുന്ന ഫുഡ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രണ്ട് പ്രോഡക്റ്റിനെ നമ്മൾ എടുക്കുക, അത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, മാർക്കറ്റിൽ ഈ പറയുന്ന രണ്ട് കമ്പനികളുണ്ട്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഡിയോപ്പൊളി എന്ന് പറയുന്നത്. വരും ദിവസങ്ങളിൽ എടുത്തോളാം. ഇതിന്റെ ആൻസർ മോണോപ്സോണി ആണ്. ഒരേ ഒരു വാങ്ങലുകാരൻ മാത്രമുള്ള കമ്പോളമാണ് മോണോപ്സോണി. അടുത്തത് 8ാമത്തെ ചോദ്യം, ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമോ, നെഗറ്റീവ് ആയിരിക്കുമോ, അതോ അനന്തത ഇൻഫിനിറ്റി ആയിരിക്കുമോ, അതോ 0 ആയിരിക്കുമോ? ഇതാണ് ചോദ്യം. ആൻസർ ആയിട്ട് വരേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓപ്ഷൻ എ, പോസിറ്റീവ് ആണ് ആൻസർ. അതായത് ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തി, നമ്മളെ എക്സാമ്പിൾ എടുക്കുക, ഞാനോ നിങ്ങളോ ആരെയോ ആയിക്കോട്ടെ, നമുക്ക് 100 രൂപ വരുമാനമുണ്ട്. ആ 100 രൂപ വരുമാന സമയത്ത് നമ്മളുടെ ഉപഭോഗം, നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ അളവെന്ന് പറഞ്ഞാൽ ചിലപ്പം 50 രൂപയുടെ സാധനമായിരിക്കും 100 രൂപ നമുക്ക് വരുമാനമുള്ള സമയത്ത് നമ്മൾ വാങ്ങിക്കുന്നു. ദെൻ അടുത്തത്, വരുമാനം 200 രൂപ ആയി എങ്കിൽ നമ്മൾ 50 രൂപ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും? അല്ല, ചിലപ്പോൾ 100 രൂപയുടെ സാധനം ഉപഭോഗം നടത്തും. ദെൻ 500 രൂപ വരുമാനം കിട്ടി എങ്കിൽ നമ്മൾ ചിലപ്പോൾ 250 രൂപയുടെ സാധനം ഉപഭോഗം നടത്തും. 5 ലക്ഷം രൂപ നമുക്ക് വരുമാനം കിട്ടി എങ്കിൽ നമ്മൾ ചിലപ്പോൾ 2.5 ലക്ഷം രൂപയുടെ ഉപഭോഗം നടത്തും. അപ്പൊ ഒരു വ്യക്തിയുടെ ഉപഭോഗം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ലോജിക്കായിട്ട് വേണ്ടത്, ഓർത്തു വെക്കണം. അടുത്തത് 9ാമത്തെ ചോദ്യം, ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ ആകൃതി എന്താണ്? ഇത് +2 സ്കൂൾ ടെക്സ്റ്റ് ആണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ PPC എന്ന് പറയും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഈ പറയുന്ന രൂപം അല്ലെങ്കിൽ ആകൃതി എന്ന് പറയുന്നത് കോൺകേവ് ആണ്. നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഇതൊരു ഗ്രാഫ് ആണെന്നിരിക്കട്ടെ, OX OY. ഓക്കെ, ഇവിടെയും പ്രോഡക്റ്റ്, ഇവിടെയും ഉൽപ്പന്നം, രണ്ടും X എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, Y എന്ന് പറയുന്ന പ്രോഡക്റ്റ്. 0 എന്ന് വെച്ചാൽ വില അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട്. 10 രൂപയ്ക്ക് എനിക്ക് 2 സാധനങ്ങൾ മേടിക്കണം. 10 രൂപയ്ക്ക് എനിക്ക് 2 സാധനങ്ങൾ മേടിക്കണം. ഒന്നെങ്കിൽ എനിക്ക് Y 1 കിലോ മേടിക്കാം, Xും 1 കിലോ മേടിക്കാം. പറഞ്ഞ മനസ്സിലായോ? ദെൻ എൻ്റെ കയ്യിൽ 200 രൂപയുണ്ട് എങ്കിൽ എനിക്ക് വൈയുടെ ക്വാണ്ടിറ്റി കൂടുതൽ മേടിക്കാം, എക്സിൻ്റെ ക്വാണ്ടിറ്റിയും കൂടുതൽ മേടിക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്, എനിക്ക് കൂടുതൽ ഒരു പ്രോഡക്റ്റ് വേണം. കുറച്ച് മതി മറ്റൊരു പ്രോഡക്റ്റ്. ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, താണ്ടെ ഈ ഒരു കണ്ടന്റ് നിങ്ങൾ തന്നെ പറഞ്ഞു. ഇവിടെ പറയുമ്പം എക്സ് ഞാൻ കുറച്ചേ മേടിക്കൂ, വൈ ആണ് കൂടുതൽ മേടിക്കുന്നത്. ഇവിടെ എടുക്കുവാണെങ്കിൽ വൈ കൂടുതൽ മേടിക്കും, എക്സ് കുറവായിരിക്കും. ഇത് വെച്ച് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഉൽപാദന സാധ്യതാ വക്രം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. വരും ക്ലാസ്സിൽ എടുത്തോളാം. ഇതിൻ്റെ ആൻസർ ഉത്തരം കോൺകേവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ആകൃതി കോൺകേവ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്ത 10ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ ആണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഹരിത വിപ്ലവം എന്ന് വെച്ചാൽ എന്തുവാ? കാർഷിക മേഖലയുടെ, അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ച് കാർഷിക മേഖലയിൽ ഉൽപാദനങ്ങൾ കൂട്ടുന്നതിനെ അറിയപ്പെടുന്ന പേരാണല്ലോ ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം ലോകത്തിൽ ആദ്യമായി ആരംഭിച്ചത് മെക്സിക്കോ ആണ്. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് അവാർഡ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ബി നോക്ക്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗഹം എന്നല്ലെങ്കിൽ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവത്തിൻ്റെതാണ്, ഒന്ന് തിരുത്തിയേക്കണേ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം അല്ലെങ്കിൽ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ശരിയാണ്. ഓപ്ഷൻ സി, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ഡോക്ടർ MB സിംഗ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ MS സ്വാമിനാഥൻ അല്ലയോ? അല്ല. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്?
MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MB സിംഗ് ആണ്. ഹരിതവിപ്ലവം എന്നറിയപ്പെടുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ്. അപ്പോൾ ഓപ്ഷൻ A ശരിയാണ്, ഓപ്ഷൻ B ശരിയാണ്, ഓപ്ഷൻ C ശരിയാണ്, ഓപ്ഷൻ D ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തേക്കുന്ന ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളും കൊടുത്തേപ്പുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ടോപ്പിക്കുകൾ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇന്നത്തെ എക്സാമിൽ ഈ ടോപ്പിക്ക് പഠിക്കണം, ഇതിൻ്റെ PDF നോട്ട് പഠിക്കണം. ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് സിൻസിയറായിട്ട് പഠിക്കണം. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.